GTS പ്രോഗ്രാം നടക്കുന്നത് ചൈതന്യ പാസ്റ്ററൽ സെൻറ്ററിൽ വെച്ചിട്ടാണ്. ഓപ്പോസിറ്റ് നമുക്കിവിടെ മനോഹരമായിട്ടൊരു ചർച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് GTS പ്രോഗ്രാം ഇന്നത്തെ നടക്കുന്നത്. നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങളൊരു പക്ഷേ പല കമ്പനികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടും ഉണ്ടാവുമായിരിക്കും. എനിക്ക് വലിയ അറിവുകളൊന്നുമില്ല. ഞാൻ ആദ്യം അവസാനവും ചെയ്തത് ഡയമലൈസ് എന്ന് പറയുന്ന ഈ ഒറ്റ കൺസെപ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഒരു ചോദ്യം ഉണ്ടാവും. ഞാൻ ഇന്നലെ കണ്ടുമുട്ടിയ ഒരാള് അവരുടെ കമ്പനി പൂട്ടിപ്പോയ കാര്യം പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലും ഒരുപക്ഷെ ആ ചോദ്യം ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കമ്പനി പൂട്ടിപ്പോയാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഉണ്ടോ? ഫ്ലിപ്കാർട്ടും ആമസോണും പോലെ ഈ ബിസിനസ് അവസരം അലിസാർ എന്നോട് വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു 10-15% ഒരുപക്ഷെ ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാവുന്നുണ്ടായിരിക്കാം, ആദ്യമായിട്ട് കേട്ടിട്ട് പോലും. എനിക്കൊരു 2% താഴെ അലിസാർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുള്ളൂ. ഞാൻ ഇതിനെ ചിന്തിച്ചത് എങ്ങനെയാണെന്നറിയോ? ഈ കമ്പനി ഇന്ന് പൂട്ടിപ്പോയാലും ഞാൻ ക്യാഷ് അടച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ടാവും, അല്ലേ? എന്റെ വീട്ടിൽ പ്രോഡക്റ്റ് വന്നിട്ടാണ് ഞാൻ ക്യാഷ് അടച്ചത്. അപ്പൊ കൊടുത്ത പൈസക്കുള്ള മൂല്യം എനിക്ക് കിട്ടി. കമ്പനി പൂട്ടി എനിക്ക് നഷ്ടമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇനി ഈ സാധനം വിറ്റ് തീർത്താൽ എനിക്ക് ലാഭം, മുതലിൽ വിറ്റ് തീർത്താൽ എന്റെ മുടക്ക് മുതല് ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അലക്കി കുളിച്ചെന്ന് തീർക്കും. ആർക്കാ നഷ്ടം? ഈ 10-15 വർഷം നമ്മൾ ജീവിച്ചു. ഈ സാധനങ്ങളെല്ലാം മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. സോപ്പ് പൊടിയും ടോയ്ലറ്റ് ക്ലീനറും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലേ? ഞാനത് ഉപയോഗിച്ചതേ. ചിലപ്പോ ഒരു വർഷത്തിലുള്ള എന്റെ വീട്ടിലെ സാധനങ്ങളുടെ ക്ലീനിങ് ഐറ്റംസിന്റെ ഫണ്ട് ഞാൻ ഒന്നിച്ചങ്ങ് അടച്ചു. അത്രേ ഉള്ളൂ. നഷ്ടമുണ്ടോ? പുതിയ അവസരം കേട്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 1 രൂപ നിങ്ങളുടെ വരുമാനമില്ലാത്തപ്പോഴും ഡാമർലൈസിനോട് തോന്നിയിട്ടുള്ള ആ ഒരു ഇഷ്ടം ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവർക്ക് മാത്രമേ ഡാമർലൈസിന്റെ ഹൃദയമാവുന്ന അച്ചീവ്മെന്റ്സ് അവരുടെ കൈകളിലേക്ക് എത്തത്തുള്ളൂ. നിങ്ങൾക്കൊരു ഹൃദയമുള്ളത് പോലെ ഈ ബിസിനസ്സിനും ഒരു ഹൃദയമുണ്ട്. നിങ്ങൾക്കൊരു ശ്വാസമുള്ളത് പോലെ ഈ ബിസിനസ്സിനും എന്തുണ്ട്? ശ്വാസമുണ്ട്. അപ്പൊ നിങ്ങളുടെ വരുമാനത്തിന്റെ ഹൃദയത്തെ നിലനിർത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അപ്പോഴാണ് നിങ്ങളുടെ വരുമാനം നിലനിൽക്കുക. ഇന്ന് നിങ്ങൾ ഇവിടെ മലേഷ്യ പിടിച്ചവന്മാരെ കണ്ടോ? ഓക്കെ, ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് മറ്റൊരു MLA കമ്പനിയുടെ ലീഡേഴ്സ്, ഇത് പച്ച നുണയാണ്. അവന്മാരെ കണ്ടാൽ അറിയാം ഒരു പ്രൊഡക്റ്റ് പോലും മറ്റൊരാൾക്ക് കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളാണ്. ആര് പറയും? മറ്റുള്ള കമ്പനിയുടെ ലീഡേഴ്സ് പറയും. ഇത് തന്നെയാണ് നമ്മുടെ വിജയം. ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറയുന്ന ആളുകളെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ GTS പ്രോഗ്രാമിനോട് എത്തിയിരിക്കുകയാണ്. ഡയമലൈസിൻ്റെ റാങ്ക് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ എൻ്റെ കൂടെ 2 മേരിക്കുട്ടിമാരാണ് നിൽക്കുന്നത്, 2 മേരിക്കുട്ടി മാഡം. അപ്പോൾ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കാവേ. മേരിക്കുട്ടി മാഡം, ഡയമലൈസിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പം 1 മാസം ആകുന്നുള്ളൂ. ഇതിനത് ചേർന്നിട്ട് 1 മാസമായി. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ 1 മാസമായി. പക്ഷേ ഇതിനകത്ത് ചേർന്ന് ഒത്തിരി ഇതിനകത്ത് ഞാൻ വേറെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തു നിന്നൊക്കെ എനിക്ക് ഒത്തിരി വ്യത്യാസം നമുക്ക് വിശ്വാസം ഉള്ളതും അതുപോലെ നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റുകളാണെങ്കിലും നല്ല രീതിയിൽ ഞാൻ നല്ലപോലെ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സെയിൽ ചെയ്യുമ്പോഴും ആൾക്കാർ വീണ്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുവാണ്. ഏതായാലും ഞാൻ ഇതിനകത്ത് വന്നതോടുകൂടി എനിക്ക് അക്കൗണ്ടിൽ പൈസയായി. അതുപോലെ തന്നെ എനിക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റി. അതുപോലെ ഒത്തിരി നല്ല ലീഡേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ ഇനി ഞാൻ മലേഷ്യ ട്രിപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇതിലൂടെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്ക് നല്ല പൂർണ്ണമായ ഉറപ്പുണ്ട്. അടുത്ത നമ്മുടെ ഗ്രേറ്റ് ലീഡർ മേരിക്കുട്ടി മാഡം വിപണിയിൽ ബിസിനസ് ഏറ്റെടുത്തിട്ട് ഇപ്പം 6 മാസത്തോളം
ഏകദേശം കഴിഞ്ഞു. മേരിക്കുട്ടി മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. അതായത് എൻ്റെ പേര് മേരിക്കുട്ടി മാധി, ഞാൻ പൂർണ്ണയിലാണ്. ഞാൻ ഈ കൺസൾട്ടിലേക്ക് വന്നിട്ട് 6 മാസം കഴിഞ്ഞു. അതായത് എനിക്ക് ഇതിനകത്ത് ഞാൻ ഒത്തിരി കൺസൾട്ടിനകത്ത് വന്നിട്ട് തോറ്റ് പരാജയപ്പെട്ട് ഞാൻ വീട്ടിൽ കയറി ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രസന്നമാണമായിട്ട് പരിചയപ്പെടുത്തി. ഒരു 32,000 അക്കൗണ്ടിൽ കയറി എനിക്ക് 10 രൂപ ഗോൾഡ് കോയിൻ കിട്ടി. പിന്നെ എനിക്ക് സെയിൽ ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പിന്നെ പോരാത്ത ദീപാമാടും പ്രസന്നമാടും എന്നെ കൂടെ നിന്ന് പ്രോത്സാഹനം തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സെയിലിനോടാണ് എനിക്കിത് കൂടുതൽ താല്പര്യം. ഇഷ്ടം പോലെ പോകുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളാണ്. ഏതൊരു വീട്ടിൽ നമുക്ക് ധൈര്യമായിട്ട് കയറി നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാം. ആരും വേണ്ടാന്നോ കയറി വരരുതെന്നോ ആരും ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. ശരി. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ റിയലായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് ഇവർ രണ്ടുപേരുടെ പങ്കുവച്ചത്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ഡയമണ്ട് ലൈഫിലേക്ക് കടന്നു വരാം. നല്ല നല്ല വിജയങ്ങൾ, അതുപോലെ പണം, പദവി, അംഗീകാരം, ഈ 3 കാര്യങ്ങൾ നമ്മളെ തേടിയെത്തുന്ന ഒരേ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഏറ്റെടുക്കുക, വിജയിക്കുക.